നമ്മളിന്ന് 250 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു നോമ്പ് തുറയ്ക്ക് പോകാം കേട്ടോ. ചേട്ടനൊക്കെ കമ്പനിയായ ഒമാൻ ചിപ്സിൻ്റെ നോമ്പ് തുറയാണ്. ഫാമിലി ഉൾപ്പെടെ പോരെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും തട്ടിക്കേറ്റ് നമ്മൾ നേരെ പോയി. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ തിങ്ങി തിരിങ്ങി ഒരു ഇരിപ്പ് അവിടെ ഇരുന്നു. പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയി പെട്രോൾ അടിച്ച്. പെട്രോൾ അല്ല കേട്ടോ, ഡീസൽ. പോകുന്ന വഴിക്ക് 2-3 തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് നമ്മൾ പോയപ്പോഴത്തേക്കും മഴ പെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന നല്ലൊരു മഴയാട്ടോ ഇത്. ഒരു 3 മണിക്കൂറത്തെ യാത്രയ്ക്കും ഒരു 113 റിയാലിൻ്റെ മുക്കാലപ്പയ്ക്ക് ശേഷം ഞങ്ങൾ സ്പോട്ടിലെത്തി. നോമ്പുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നോമ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഓൻ കഴിക്കുന്നത്. അപ്പോഴേക്ക് ബാങ്കം വിളിച്ച് നമ്മൾ വയ്യ നോമ്പം തുറന്ന് നേരെ നമ്മൾ പള്ളിയിലോട്ട് പോയി. പള്ളിയിൽ പോയി ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് ടേബിളിലുണ്ടായിരുന്നു. നല്ലതായിട്ടൊരു ഫുഡ് ഇടിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു ഫുഡ് സലാഡും വന്ന്. ഇതോടുകൂടി നമ്മൾ ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തി. 3-4 ബ്രാഞ്ചുകാരുള്ളതുകൊണ്ട് എല്ലാവരും ടാറ്റ പറഞ്ഞ് നേരത്തെ പോയി കേട്ടോ. ഞങ്ങളപ്പോൾ നേരെ അവിടെ നിന്ന് ലുലുവിലോട്ട് പോയി. ഇത് ലുലുവിൽ കൊടുക്കാനുള്ളതല്ല കേട്ടോ, പക്ഷെ ഇത് ഇവിടെ കൊടുക്കാനുള്ളതാണ്. ആദ്യമായിട്ട് അങ്ങനെ നമ്മുടെ 25 അൾട്രയും കാണാൻ പറ്റി. പിന്നെ ഇത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആർക്കും വേണ്ടാത്തൊരു വാഴപ്പണി ഇവിടെ കണ്ട്. പിണ്ടിയാണെങ്കിലും വിലയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പിന്നെ നമ്മുടെ കരിക്കും കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിരത്തി പിടിച്ച് ലുല്ലു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഒരു ബാസ്ക്കറ്റ് ഞങ്ങളും അങ്ങെടുത്ത്. പക്ഷെ വെറുതെ ആയില്ല, ഞങ്ങളത് മൊത്തം നിറച്ചിട്ടാട്ടോ പോയത്. എത്രയുണ്ട്? 25,000 രൂപ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും അത്താഴത്തിന് സമയമായി. നമ്മൾ അതും കഴിച്ച് നേരെ തിരിച്ചു പോയി കേട്ടോ.